പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് വൻ തിരിച്ചടി. പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി മന്ത്രിയുടെ വാക്കുകൾ അനാദരവെന്ന് നിരീക്ഷിച്ചു. അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായെന്ന് പോലീസിനെ അതിരൂക്ഷമായി കോടതി വിമർശിക്കുകയും ചെയ്തു. കോടതിയുടേത് അന്തിമ വിധിയല്ലെന്നും ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. ജസ്റ്റിസ് ബെച്ചു കുര്യന്റേതാണ് സർക്കാരിനും മന്ത്രിക്കും പ്രതിസന്ധി ഉയർത്തുന്ന വിധി. പോലീസ് അന്വേഷണ റിപ്പോർട്ട് തള്ളിയ കോടതി അന്വേഷണത്തിൽ പാളിച്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. CCTV ദൃശ്യങ്ങളും ശബ്ദരേഖകളും പോലീസ് പരിശോധിച്ചിട്ടില്ലെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തണമെന്നും കോടതി. ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തില്ലെന്നും അന്വേഷണം ധൃതി പിടിച്ചാണ് പൂർത്തീകരിച്ചതെന്നും ഹൈക്കോടതി. മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്നും കോടതിയുടേത് അന്തിമ വിധിയല്ലെന്നും മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ എന്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്, കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് അത് ആലോചിക്കും. സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നേരത്തെ ഉണ്ടായില്ലെന്നതിന് തെളിവാണ് കോടതി വിധിയെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്, MLA ആണ്, അതുപോലെ തന്നെ ഒരു വലിയ പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ അദ്ദേഹം തയ്യാറാവുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. അതേസമയം ഏത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രമെന്നുള്ള വാക്കുപയോഗിച്ചതെന്ന് പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയ്ക്കെതിരെ അവമതിപ്പുണ്ടായോ എന്ന് അറിയേണ്ടതാണെന്നും അന്വേഷണം കാലതാമസമില്ലാതെ തീർപ്പാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 24 കൊച്ചി.